ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റമില്ല. ഒരു പക്ഷെ അത് കണ്ണേറ് കൊണ്ടാകാം, അല്ലെങ്കിൽ സിഹർ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകാം. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചിലർക്ക് എന്ത് ചെയ്തിട്ടും ഒരു വിജയം കിട്ടാത്തവരുണ്ട്. ചിലരാണെങ്കിലോ എന്തിനെങ്കിലും വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ തടസ്സങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ സൂറത്താണ്. ഒരു ചെറിയ സൂറത്താണ്, നമുക്ക് എല്ലാവർക്കും ഓതാൻ അറിയാവുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണേറുകളിൽ നിന്ന് അല്ലാഹു കാവൽ നൽകപ്പെടുന്നതാണ്. സിഹറുകളിൽ നിന്നും മരണങ്ങളിൽ നിന്നും കൂടത്തരത്തിൽ അല്ലാഹു കാവൽ നൽകപ്പെടുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഏതെടുത്താലും ഏത് തൊട്ടാലും അല്ലാഹു വിജയങ്ങൾ നൽകപ്പെടുന്നതാണ്. അത്ര മനോഹരമായ ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹുവേ, എല്ലാ മേഖലകളിലും വിജയം നീ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ്. ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ അല്ലാഹ് സമ്പത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകുന്നതാണ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിനെ അല്ലാഹു തട്ടി നീക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ ജീവിതത്തിൽ ഒരാളുടെ മുമ്പിൽ പോലും നിങ്ങൾക്ക് നീട്ടേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരികയില്ല. അതുപോലെ സിഹർ, കണ്ണേറ് എന്നിവയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. മിക്ക പ്രശ്നങ്ങളുടെയും ഉറവിടം സിഹർ, കണ്ണേറ്, പൈശാചിക ഉപദ്രവങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം പിശാചാണ്. അല്ലാഹുവേ, അവന്റെ കുതന്ത്രത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തും എടുത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സൂറത്തുകൾ എടുത്തുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ ഇങ്ങനെ ഓതിയാൽ, അല്ലെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അല്ലാഹു സൗഭാഗ്യങ്ങൾ തരുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സൂറത്തിന്റെ മഹത്വവും നിമിത്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സൂറത്ത് ചെറുതാണെങ്കിലും ഈ സൂറത്തിന്റെ മഹത്വം വളരെ വലുതാണ്. എത്ര പറഞ്ഞാലും തീരുകയില്ല. ഈ സൂറത്ത് അങ്ങനെയാണ്. അല്ലാഹു വല്ലാത്ത മഹത്വം കൊടുത്ത ഒരു സൂറത്താണ്. ഈ സൂറത്ത് ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിടത്തും പരാജയപ്പെടുകയില്ല. അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്തോ വലിയ ഒരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വളരെ പ്രായമുള്ള അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് അവിടെ കയറി വന്നു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇത് അബൂ ദർ ആണല്ലോ നബിയേ. ഇത് കേട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വലിയ അത്ഭുതമുണ്ടായി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഈ പ്രായം ചെന്നതായ ഈ സഹാബിയെ നിങ്ങൾക്കറിയാമോ? ഇത് കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കറിയുന്നതിനേക്കാൾ അബൂ ദർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ ഇടയിൽ വളരെ പ്രസിദ്ധനാണ്. അഥവാ മാലാഖമാരുടെ ഇടയിൽ, മലായികത്തിന്റെ ലോകത്ത് അബൂ ദർ റളിയല്ലാഹു അൻഹു വലിയ പ്രശസ്തനാണ്. എപ്പോഴും ഈ മനുഷ്യനെ കുറിച്ചാണ് ഞങ്ങളുടെ ചർച്ച. ഈ മനുഷ്യൻ നമുക്കെല്ലാവർക്കും നല്ല സുപരിചിതനാണ്, പരിചയക്കാരനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഈ സഹാബിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സഹാബിയെ ഇത്രയും പരിചയമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ രഹസ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം കണ്ടോ മുഅ്മിനീങ്ങളെ. ഈ മനുഷ്യൻ എല്ലാ നമസ്കാരം കഴിഞ്ഞാലും ഒരുപാട് അധികരിപ്പിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ് നബിയെ. ഈ സൂറത്ത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്ത് എപ്പോഴും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയേറെ മലായികത്തിന്റെ ഇടയിൽ ഈ മനുഷ്യന് ബഹുമതി ഉണ്ടായത്. എന്റെ പ്രിയപ്പെട്ട
മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ താഴെ പറയാൻ പോകുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതിയാൽ ഇനി കിട്ടുന്ന നേട്ടങ്ങൾ നമുക്ക് നോക്കാം. അഥവാ ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ 1/3 ഓതിയതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനിനെ 3ആയിട്ട് നിങ്ങൾ ഭാഗിച്ചിട്ട് ഒരു ഭാഗം ഓതിയതിന്റെ കൂലി അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ നിത്യമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് നിസാരമായി കാണല്ലേ മുഅ്മിനീങ്ങളെ, നിത്യം ഓതിക്കോളൂ, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തി ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, അല്ലാഹു അവന് ദാരിദ്ര്യം നൽകുകയില്ല. അവന്റെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുന്നതാണ്. ദാരിദ്ര്യത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പതിവാക്കണേ. സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി ഓതുന്ന വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി മാലാഖമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം കണ്ടു. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ ധാരാളം മണിമാളികകൾ ആ മനുഷ്യൻ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് സിനിമ കണ്ട് TV കണ്ട സമയങ്ങൾ കളയല്ലേ. ഒരുപാട് ധാരാളം മഹത്വങ്ങളുള്ള ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ ഇരു ലോകത്തും അല്ലാഹു വിജയങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ അയൽവാസികൾക്ക് കൂടി അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിയാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു അയൽവാസികൾക്ക് കൂടി അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 10 പ്രാവശ്യം ഓതിയാൽ അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ ഇഷ്ടവാതിലിലൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അവന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവൻ ഏത് വാതിലാണോ ഉദ്ദേശിക്കുന്നത് ആ വാതിലിലൂടെ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ കടക്കാൻ അവസരം നൽകുന്നതാണ്. ഇനി സുബഹിക്ക് മുമ്പ് ഇങ്ങനെ സുബഹിക്ക് മുമ്പ് 3 തവണ ഓതിയാൽ സിഹ്ർ, കണ്ണേർ, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. വൈകുന്നേരം ഓതിയാൽ വൈകുന്നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അവ സുബഹിക്ക് സാധാരണ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് സുബഹിക്ക് മുമ്പ് ഒരു സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓത്. സിഹ്ർ കൊണ്ട്, കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് അതൊക്കെ അല്ലാഹു തട്ടി നീക്കുന്നതാണ്. ഇങ്ങനെ നിത്യമായി നിങ്ങൾ ചെയ്തു വന്ന് നോക്ക്. കണ്ണേറുകളിൽ നിന്ന്, സിഹറുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുന്നതാണ്. പണത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരികയില്ല, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഫുഖഹാക്കൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളോ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂറത്ത് നല്ല മനസാന്നിധ്യത്തോടെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ധാരാളം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും. എങ്ങനെ ഓതേണ്ടിയുള്ളത്? നല്ല ഇഖ്ലാസോടെ, അല്ലാഹുവേ നിന്റെ ഖുർആനിന് വലിയ മഹത്വമുണ്ട് അല്ലാഹ്, അത് നിന്റെ കലാമാണ് പടച്ചവനെ. ഈ സാധുവായ ഞാനത് ഓതിയാൽ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഖുർആൻ ഓതുമ്പോൾ വലിയ ഇഖ്ലാസോടെ ഓതണം. ആരെ കലാമാണ്? എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, എനിക്ക് നിങ്ങൾക്ക് ആയുസ് തരുന്ന അല്ലാഹ്. ആ പടച്ചവന്റെ കലാം ഓതുമ്പോൾ അത് നമ്മൾ നല്ല ഇഖ്ലാസോടെ ഓതണം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ഈ കുറി, ഈ സൂറത്തിന് 20ഓളം പേരുകളുണ്ടെന്ന് തഫ്സീറിന്റെ കിതാബുകൾ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പേരിനും ഓരോ അത്ഭുതങ്ങളാണ്. വിശദീകരിച്ച് ഒരുപാട് സമയം കളയുന്നില്ല, വീഡിയോ നീണ്ടുപോകും. സൂറത്തുൽ ഇഖ്ലാസ് 1 ലക്ഷം ഓതി നമ്മൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചാൽ 10 ലക്ഷം കൂലി അല്ലാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് 1 ലക്ഷം ഓതി നമ്മൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചാൽ 10 ലക്ഷം കൂലി അല്ലാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തും. 100 സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ 10 മിനിറ്റ് മതി. 1 ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ മുഅ്മിനീങ്ങളെ, 1 ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്താൽ മലക്കുകൾ വിളിച്ചു പറയും,
ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലാഖമാർ അവർ വിളിച്ചു പറയുന്നതാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ വ്യക്തിയുടെ ശരീരം അല്ലാഹു നരകത്തിൽ കടത്തുകയില്ലെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതി ഹദിയ ചെയ്യണേ. അല്ലാഹു ആ ശരീരത്തെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വലിയ മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ, എണ്ണമില്ലാത്ത മഹത്വമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ മിസ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോടെ ഖബറിലെത്തിച്ചവിടെ ഖബറിടം സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ഈ സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ലാഭക്കുറിയിൽ, ഇതാണ് ഒരു കുറി എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന ഒരു കുറിയാണ്. ഈ ലാഭക്കുറിയിൽ പങ്കാളികളാവുക. കാരണം ഇത് ഉറപ്പുള്ള ഒരു കുറിയാണ്. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു കുറിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഈ പറയപ്പെട്ടതുപോലെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തു വരിക. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള സൂറത്തുകളുടെയും ദിക്റുകളുടെയും ഒക്കെ മഹത്വങ്ങൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. അവരും ഇതൊക്കെ പഠിക്കട്ടെ. അവരും അല്ലാഹുവിന്റെ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറകളാണ്, ഐശ്വര്യങ്ങളുടെ കലവറകളാണ്. ആ ഖുർആൻ ഓതി അവരും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് അവരും അതിന് അർഹരാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാപികളും ദോഷികളുമാണ്. പടച്ചവനെ, ഞങ്ങൾ ഓതുന്ന ഖുർആൻ നീ സ്വീകരിക്കണേ റബ്ബേ. ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടത് ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീ ശാഫിയാണ്, കാഫിയാണ്. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും കടക്കാറാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. എത്രയോ പേര് വാടക വീടുകളിൽ കഴിയുന്നവരോട് സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളിൽ പണി നടക്കുന്ന റബ്ബേ, അത് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളും അല്ലാഹുവേ, അവരെയും ആ രോഗങ്ങളിൽ അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. പെട്ടെന്ന് മരണപ്പെടുന്ന രോഗങ്ങളിൽ നീ കാവൽ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നീ കാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളത് വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. അവരുടെ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി.